അപ്പോൾ ഇന്ന് എന്താ വന്നേക്കണേന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ ഭയങ്കര കേട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഹെയർ പാക്ക് ഉണ്ടാക്കി ഇടാന്ന്. അപ്പോൾ പണ്ടൊക്കെ ചെയ്യാറുള്ളതായി, ഇപ്പോൾ ഒന്നും അങ്ങനെ ഹെയറൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മുടി കൊഴിച്ചിലിന് നല്ലതാണ് ഹെയർ പാക്ക്. നമ്മൾ താളിയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, സാധാ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഇട്ടാൽ വളരെ നല്ലതാണ് കേട്ടോ അത്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ എന്താണെന്നറിയോ, നീറോലിയാണ് കേട്ടോ. നീറോലി താളിന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? നീറോലിന്നും നീരോലിന്നും ഒക്കെ പറയും ഇതിനെ. അപ്പോൾ ഇതുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നല്ല അടിപൊളി ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെമ്പരത്തിയാണ് കേട്ടോ. ചെമ്പരത്തി പൂവ് പൊട്ടിക്കാം, പൂവും മുട്ടും പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 4 ചെമ്പരത്തി പൂവ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടുണ്ട്, അത്ര ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. 4 or 6 ഒക്കെ വേണം. അപ്പോൾ 4 ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട്. പിന്നെ നീറോലി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സാധനം കൂടി വേണേ. പിന്നെ എന്താ വേണ്ടത് വെച്ചാൽ 2 തണ്ട് അലോവേരയുടെ തണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ മഞ്ഞക്കറ കളയണം കേട്ടോ. അതിനായിട്ട് കുറച്ച് നേരം ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ തന്നെ ഇങ്ങനെ ഒലിച്ച് പോയിക്കോളൂ കേട്ടോ. ഈ മഞ്ഞക്കറ പോയില്ലെങ്കിൽ നമുക്ക് തലയിൽ ചൊറിച്ചിലുണ്ടാവും, തലയിലും കയ്യിലൊക്കെ ചൊറിച്ചിലുണ്ടാവും കേട്ടോ. എന്നിട്ട് ഞാനിത് മുറിച്ചിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. അത് കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും കുട്ടു വന്നിട്ടുണ്ട്. അവൻ എന്താണ് ചെയ്യണതെന്ന് നോക്കാൻ വന്നേക്കാണ്. കളിക്കാൻ കൂടെ വരുമോയെന്ന് ചോദിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ട് വരാമെന്ന്. അപ്പോൾ ചെമ്പരത്തിയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഏറ്റവും നല്ല നാച്ചുറലായിട്ടുള്ള ഒരു കണ്ടീഷണറാണ് കേട്ടോ ചെമ്പരത്തി. നമ്മുടെ ഹെയറിനെ സോഫ്റ്റും സിൽക്കും സ്മൂത്തൊക്കെ ആയിട്ട് വെക്കാനായിട്ട് ചെമ്പരത്തി വളരെയേറെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഏതൊരു ഹെയർ പാക്ക് ഉണ്ടാക്കുമ്പോഴും അതിൽ ചെമ്പരത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ നീറോലിയുടെ ഇലകൾ നമ്മൾ ഇങ്ങനെ വേർതിരിച്ചെടുക്കണം കേട്ടോ. തണ്ടും അതിൻ്റെ ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ മുരിങ്ങയില നന്നാക്കി എടുക്കണ പോലെ അത് ഇങ്ങനെ ഊരിയെടുക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ റൂട്ട്സൊക്കെ സ്ട്രെങ്തനാക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ റൂട്ട് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണല്ലോ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോണത്. അപ്പം മുടി കൊഴിച്ചിൽ വളരെയേറെ കുറയും ഈ നീറോലി താളി ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിച്ചാൽ കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയറിൻ്റെ അറ്റത്തുള്ള സ്പ്ലിറ്റ് ഉണ്ടല്ലോ, അത് കുറയ്ക്കാനായിട്ട് ഈ നീറോലി താളി വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിനെ നല്ല വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ നീറോലി താളി വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ തലയിലുണ്ടാവുന്ന താരനൊക്കെ ഒഴിവായി പോകട്ടോ. താരൻ, അതുപോലെ തന്നെ താരൻ മൂലം ഉണ്ടാവുന്ന ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടും. ഇത് നമുക്ക് ഡെയിലി താളിയായിട്ടും തലയിൽ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഷാമ്പൂ യൂസ് ചെയ്യുന്നതിന് പകരം താളിയായിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സിൽക്കിയും ഷൈനിയും ആയിട്ടുള്ള ഹെയർ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ മുടി ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോവില്ലേ, അത് തടയാനായിട്ട് ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നീറോലി ചേർത്തിട്ട് നമുക്ക് പലതരത്തിലുള്ള പാക്കുകളും ഉണ്ടാക്കാം കേട്ടോ. അതിലൊരു തരമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. പിന്നെ ഞാൻ ഈ അലോവേരയുടെ വെള്ളത്തിലിട്ട് വെച്ചില്ലേ, അതൊക്കെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ തൊലിയൊന്നും കളഞ്ഞില്ല കേട്ടോ. നമുക്ക് അരച്ചെടുക്കാനുള്ളതല്ലേ, അത് ഞാൻ ചെറിയ പീസാക്കിയിട്ട് ചെത്തിയെടുത്തു. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കാം കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ അലോവേരയുടെ ജ്യൂസിൽ ഇത് അരഞ്ഞു വന്നോളൂ കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഉലുവയും അതുപോലെ തന്നെ നെല്ലിക്കയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ കുതിർത്ത് വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ, എന്നാലാണ് അത് നല്ലപോലെ അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ തേക്കാം, പക്ഷെ നമുക്കിത് പിന്നെ മുടിയിൽ നിന്ന് കളയാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു തുണിയിൽ ഇട്ടിട്ടാണ് അരിച്ചെടുക്കണത്. അരിപ്പയിലൊന്നും അരിച്ചാൽ ഇത് പോരില്ല കേട്ടോ. തുണിയിലിട്ടിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞെക്കി പിഴിഞ്ഞെടുക്കാനായിട്ട്. നല്ല കൊഴുപ്പാണ് ഉണ്ടാവുക അതിന്.
വേഗം പോരാനായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. പക്ഷെ അതപ്പോൾ നമ്മൾ തലയിൽ തേക്കുമ്പോൾ പാക്കായിട്ടിരിക്കില്ല. താളിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ട് താളിയായിട്ട് തേച്ച് കളയാം. പക്ഷെ പാക്കായിട്ട് ഉപയോഗിക്കുമ്പോഴാണല്ലോ 10-15 മിനിറ്റ് നമ്മുടെ തലയിൽ അതിരിക്കുമ്പോഴല്ലേ അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മുടെ സ്കാൽപ്പിന് കിട്ടുള്ളൂ. അപ്പം ഞാനത് ഇത്തിരി ബുദ്ധിമുട്ടി തന്നെയാണ് പിഴിഞ്ഞെടുക്കണത്. അവൻ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ, കളിക്കാൻ തരുമോ എന്നൊക്കെയാണ് ചോദിക്കണത് കേട്ടോ. കുട്ടികൾക്ക് കാണുമ്പോൾ നല്ല കൗതുകം തോന്നുന്നുണ്ട്. അപ്പം ഞാൻ അവസാനം അത് ഇത്തിരി കഷ്ടപ്പെട്ട് തന്നെ പിഴിഞ്ഞെടുത്തു കേട്ടോ. നല്ല ക്ഷമ വേണം അത് പിഴിഞ്ഞെടുക്കാനായിട്ട്. അപ്പം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല കട്ടിയിൽ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ എണ്ണ തേച്ച് കല്ലിലരച്ച് താളി തേച്ച് മുങ്ങി കുളിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതൊരു സത്യമാണ്. എണ്ണ തേക്കണം. എണ്ണ തേച്ചിട്ടാണ് നമ്മൾ താളി ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തല ഡ്രൈ ആവും കേട്ടോ. മുടി ഡ്രൈ ആവും. ഡ്രൈ ഹെയറൊക്കെ ഉള്ളവർക്ക് ഡ്രൈ ആവും. പിന്നെ അത് അരിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ തേച്ചാൽ കുഴപ്പമൊന്നുമില്ല. അരിച്ചെടുക്കാൻ നല്ല പാടാണ്, നല്ല കട്ടിയാണല്ലോ. അപ്പോൾ അരിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവനായിട്ട് അരഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ തരികളൊക്കെ തലയിൽ സ്കാൽപ്പിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഡ്രൈ ആയിട്ട് എന്താ പറയുക, താരനുണ്ടാവും, അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എണ്ണ ഇതൊന്ന് തുറന്നാടാ, കയ്യിൽ വഴുവഴുപ്പായതുകൊണ്ട് തുറക്കാൻ കിട്ടില്ല. മൂടി പിടിക്കും. അപ്പോൾ നമ്മൾ ഏത് എണ്ണയാണോ തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്ന് ഒരു തട്ടല്ലേ കൈ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ഇതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മുടിയിൽ തേച്ച് പിടിപ്പിച്ചാലും മതി. ഇത് അടക്കി കളയല്ലേ കേട്ടോ, അടച്ചു വയ്ക്കും. തേച്ച് പിടിപ്പിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. മിക്സ് ചെയ്തിട്ട് നല്ല എന്താ പറയുക, ജെല്ലി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. ഇരിക്കും തോറും ഇങ്ങനെ നല്ല ജെല്ലി പോലെ ആയിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ട് ഇതിൽ കളിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് തലയിൽ എനിക്ക് വേണ്ട ഇപ്പോൾ തലയിൽ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല തണുപ്പാണ് തേക്കുമ്പോൾ, നല്ല തണുപ്പുണ്ട്. അയ്യോ മോൻ തേക്കരുത്, അലർജി ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ തണുപ്പാകുമ്പോഴേ പോടാ കാണിക്കാതെ നോക്കി. അപ്പം നമുക്കിത് തലയിൽ മൊത്തത്തിൽ തേച്ച് കൊടുക്കാം കേട്ടോ. തലയൊട്ടിയിൽ മുഴുവൻ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. മുടിയിൽ മാത്രം തേച്ചിട്ട് ഒരു കാര്യമില്ല, തലയുടെ ഒട്ടിയിലാണ് തേച്ച് കൊടുക്കേണ്ടത്. മുടിയുടെ ഉള്ളിലല്ലേ, നീ മാറി നിൽക്ക്. ചേച്ചി വിളിക്കുന്നുണ്ട് പൊക്ക. നമുക്കിത് തേച്ച് പിടിപ്പിച്ചിട്ടേ ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കുളിക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ തലയിൽ മൊത്തം തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിച്ച് കളയാം. അപ്പോൾ ഇത് ആഴ്ചയിൽ 2 ദിവസമോ 3 ദിവസമോ നമുക്ക് ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഹെയർ ഗ്രോത്തിനും മുടി കൊഴിച്ചലിനും പിന്നെ താരനൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.